പോസിറ്റീവ് തോട്ട്സ് തൊള്ള തുറന്നാൽ ഈ നെഗറ്റീവ് ആണല്ലോ. പോസിറ്റീവ് തോട്ട്സ് എന്ന് പേര് മാത്രമേ ഉള്ളൂ അല്ലേ? അഖില ഈ പൊക്കോനെ നേരത്തെ കളയാൻ കരുതിയതായിരുന്നു. സോറി, ജസ്റ്റ് ഫൺ താത്ത. എന്താണെന്നുണ്ടെങ്കിലും ഞാനും ഫണ്ണിന് വേണ്ടി പലത് പറയും, നീ അത് ഇതാക്കിയാൽ മതി. ഗുണ്ടപ്പായിൽ ഇല്ലടാ ഈ വരും, ഞാൻ പറയണില്ല. പുതിയ അവതാരം, അത് കുഴപ്പമില്ല. സത്യം, പേര് മാത്രമുള്ള പോസിറ്റീവ് പറഞ്ഞില്ലേ. ചിന്നോ സായി ഇത് പഠിക്കുന്നതാണ് BHMS. എവിടെ നിന്ന് ഇറങ്ങി വരുന്നോ? നിന്റെ തലയിൽ നിന്ന് കുറച്ചതിന് അത് വേണ്ട, അവിടെ നിന്നോട്ടെ, ഞാൻ തന്നെ മാനേജ് ചെയ്തോണ്ട്. ഇറ്റ്സ് മൈ പ്ലഷർ. ബ്ലാക്ക് സ്പൈഡർ ഹലോ. അബി ബിച്ചു ഹായ്. റിജാസ് ഹായ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ നെഗറ്റീവ് ഇടുന്നതിനൊന്നും കുഴപ്പമില്ല, ഞാനും തിരിച്ചു പറയും. ചിലപ്പോൾ വീട്ടുകാരെ പറയും, ചിലപ്പോൾ സ്വന്തം പറയും. അതൊക്കെ സഹിക്കാൻ വയ്ക്കണം. അപ്പോൾ നീ എന്താ മാരീഡാണോ? അത് ഒരു വട്ടം എന്നല്ല, 100 വട്ടം ഞാൻ ചോദിക്കണം, ഭ്രാന്ത് പിടിക്കണ്ട്. അസ്സലാം വലൈക്കും മുനീസ്. വലൈക്കും അസ്സലാം. എൻ്റെ ജാടയാന്നോ? അതൊക്കെ ഉണ്ടാവും, സാറില്ലേ, പോട്ടെ. അന്ന് അവിടെയൊന്നും പറയണില്ല. നിങ്ങൾ നല്ല കോമഡിയാണ്. ഷഹാദ് ടോക്സേ ഉളുപ്പുണ്ടോന്നോ? ഇല്ലടാ, കുറച്ച് തരുമോ? തരാൻ എൻ്റെ അടുത്ത് ഉണ്ടാ? നാമല്ലോ തീരത്തെ ഓളങ്ങൾ. അയ്യോ, ഹോമിയോപ്പതി ആണോ? അതെ. ഇത് മുബാറക്. അയ്യോ, ടീം അറേബ്യ ഹായ്. എവിടെ വീട്? മലപ്പുറം. വലിയ പുള്ളിയാണെന്നാ വിചാരം. ചൊറിഞ്ഞ് വന്നു. ഫരീദിനെ ചൊറിഞ്ഞ് തുടങ്ങി. ഇവലൊരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു മര്യാദയ്ക്ക് ഇങ്ങനെ നമ്മോട് ജസ്റ്റ് കാഷ്വലായിട്ട് സംസാരിക്കും. അപ്പോൾ നമ്മൾ കരുതും കൊള്ളാം, നല്ല ആളാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഇങ്ങനെ ഒലിക്ക് ഇങ്ങനെ പിന്നെ ഇങ്ങനെ നൈസിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ട്രിഗർ ചെയ്ത് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പിന്നെ ഫുള്ള് ചടപ്പ്. മനസ്സിലായോ? ഫരീദ് ആദ്യം സ്വന്തം ഐഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് എനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടോ? 4 ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ മോശമില്ല എന്ന് തോന്നുന്ന ഒരു സമയം വരുന്നുണ്ടെങ്കിൽ എന്നിട്ട് ഈ വന്നിട്ട് നെഗറ്റീവ് അടിക്കട്ടാ. എനിക്ക് കാണാം, എനിക്കും വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പ്രിൻസിപ്പലി മെയ്ഡ് സ്റ്റാൻഡേർഡ് 8 ആണെന്നുണ്ടെങ്കിലും 10 ആണെന്നുണ്ടെങ്കിലും പിന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും, അത്രേ ഉള്ളൂ. കണ്ണൂർ. ഷഹദ് ടോക്സ് എനക്കുണ്ടെന്നുണ്ടെങ്കിൽ തരുമെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കില്ലാത്ത കാര്യം എന്നോട് ചോദിക്കണത് എനിക്കുണ്ടോ എന്ന് ചോദിക്കണത് മോശമല്ലേ? ആദ്യം എനക്കുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അത് കാണിക്ക്. അപ്പു ഹായ്. മിഥുന ഹായ്. മൊടാണ ഏയ്. കരളിൻ്റെ കരൾ ഹായ്. അപ്പു വീട്ടുകാരെ പറയുന്നു എന്ന് തോന്നൂല. ഹാഫി ഈ ഒന്ന് മോശം പറഞ്ഞു നോക്കുന്ന വീട്ടുകാരെ പറഞ്ഞിരിക്കും ഉറപ്പാ. ഗുഡ് ഈവനിങ്. യെസ് തങ്കച്ച. അല്ലാ വേണ്ട, ഇവിടെ നിന്നാൽ പ്രഷർ കൊടുക്കും, അതാ നല്ലത്. ഞാൻ ഇപ്പോൾ നിർത്തും, നോ പറയും. ഞാനിപ്പോൾ ഇത് ഇട്ടെറിഞ്ഞല്ല കേട്ടോ, ഞാനതിപ്പോൾ നിർത്തി പോകുന്നതായിരിക്കും. ബ്ലാക്ക് സ്പൈഡർ ലൈക്കഡ്, താങ്ക് യു. കരളെ ഹാട്ടാ പ്ലീസ് സബ്. ഈദ് മുബാറക്. പെരുന്നാൾ വീട്ടിലാണേ, ഇത് വീടാ, ഹോസ്റ്റലിൽ നാളെ പോകും. ഈദ് മുബാറക് ഹായ്. എല്ലാവരോടും ഹായ് ട്ടാ. സ്കിൻ വേർഡ്സ് മാറ്റാൻ പറ്റുണ്ടോ? മാറ്റുന്നതായിരിക്കും. എത്ര ദിവസമുണ്ട് ലീവ്? നാളെ ക്ലാസ് ഉണ്ട്, എനിക്കുണ്ട്. നിനക്ക് അത്രയ്ക്ക് ഉളുപ്പുള്ളവനാണ് ഇത് ഇരുന്ന് കാണണ്ടല്ലേ ഇട നാണം കെട്ടവനെ. ഞാൻ വിളിക്കണ്ടേ കരുതി. അത്രയ്ക്ക് ഉളുപ്പുള്ളവനാണെന്നുണ്ടെങ്കിൽ നീ കാണാനൊരു ഉളുപ്പുള്ളവനെ, ഇറങ്ങിപ്പോ. ഹൈറുനിസ ഹായ്. തങ്കച്ചൻ പൊടി. ഈ എത്രയും നേരം പൊടി എന്നാണ് ഇവിടെ തങ്കച്ച പറഞ്ഞിരുന്നത്. കാരണം എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവർക്കും ഹായ് ഹലോ. ആയിഷ അസ്ലം. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഇങ്ങനെ ഇതാക്കിയാണ്ട് വരും. പോയി തൻ്റെ അച്ഛനോട് ചോദിക്കൂ, ഉപ്പാനോടേ പോയിട്ട് ചോദിക്കട്ടാ. അതെ, അതത്രേ ഉള്ളൂ. ചൊറിഞ്ഞാൽ ഞാൻ കയറി മാന്തിയിരിക്കും പറഞ്ഞില്ലേ. എവിടെയും ചൊറിയുന്നില്ലല്ലോ. ചൊറിച്ചിലുണ്ടോ ഇല്ലേ എന്നുള്ളത് 2 തൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അതൊക്കെ മനസ്സിലാവും. ഫാമിലി ബ്ലോഗറാണോ? എന്ത് വ്ളോഗ് കൊടുക്കും? അതത്രേ ഉള്ളൂ. ഓക്കെ ജഹാംഗീർ, നന്ദി. ഇല്ല, എന്തായാലും തന്നെക്കാളും ബെറ്ററാ കേട്ടോ. സ്വന്തം ഐഡിന്ന് അതെന്തായാലും ഒരു സ്വന്തമായിട്ട് എനിക്കൊരു അഡ്രസ്സ് ഉണ്ട്, അതുപോലും തനിക്കൊന്നും ഇല്ലല്ലോ. അഹമ്മദ് ഹായ്. കല്ലടി ഓക്കെ. എനിക്ക് അങ്ങനെ കാണിച്ചു തന്നെടാ. ഈ എൻ്റെ സ്വന്തം പേര് അല്ലെങ്കിൽ വേണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം, എൻ്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന്. എന്നാൽ ഞാൻ മനസ്സിലാക്കാം ഈ ഉളുപ്പുള്ള ഒരു ആൺകുട്ടിയാണെന്ന്. അപ്പം ഞാൻ മനസ്സിലാക്കാം. അല്ല ഇതിലിങ്ങനെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ വള പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുമല്ലോ. ഓക്കെ. താത്ത കൽബിൽ കയറാൻ എന്താ മാർഗം? എന്ന പേര് ചോദിക്കുമ്പോൾ മാത്രം ഒബർ എന്താ? അതുപോലെ എനിക്ക് മനസ്സിലായില്ല കേട്ടാ. അതിന് ഇജ്ജേതാ എൻ്റെ ചൊറി നോക്കാൻ എൻ്റെ ഫാത്തിമാനജ് വീട്ടിൽ ഉപ്പയ്ക്കല്ലേ ഉണ്ടായിക്കൂലേ? അതില്ലാത്തൊരു സ്വഭാവം തനിക്ക് ഇരക്ക് വരുന്നുണ്ട്. അപ്പോൾ ഉപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വഭാവം